കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കുറച്ച് നാളായി നമ്മൾ ഭഗവത്ഗീതയൊക്കെ ഒന്ന് നോക്കിയിട്ട്. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായം രാജവിദ്യ രാജഗുഹ്യ യോഗയിലെ 34-ാമത്തെ ശ്ലോകം. ഒരുപക്ഷെ ഭഗവത്ഗീതയിൽ ഏറ്റവും മനോഹരമായ ശ്ലോകങ്ങളിൽ ഒരു ശ്ലോകമാണ് ഇത്. മന്മനാ ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വൈഷ്യസി യുക്തൈവമാത്മാനാം മത്പരായണഃ. നമുക്കിനി ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കാം. മന്മന അർത്ഥം മനസ്സ് എന്നിൽ അർപ്പിച്ചിട്ട്. ഭവ ഭവാൻ. മദ്ഭക്തോ എൻ്റെ ഭക്തൻ. മദ്യാജി സമർപ്പണം. മാം എന്നെ. നമസ്കുരു അർത്ഥം നമസ്കരിക്കുക. മാം എനിക്ക്. ഏവ ഏകമായ. വൈഷ്യസി നീ വരിക. യുക്തേ ചേർന്നിട്ട്. ഏവം ഇപ്രകാരം. ആത്മാനം ആത്മാവ്. മത്പരായണഃ അർത്ഥം എന്നെ ലക്ഷ്യമാക്കിയിട്ട്. നമുക്ക് വാക്യാർത്ഥം നോക്കാം. ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ്, മനസ്സ് എന്നിൽ അർപ്പിച്ച് എൻ്റെ ഭക്തനായി എന്നിൽ സമർപ്പിതനായി ഭവിക്കുക, എന്നെ നമസ്കരിക്കുക. ഇപ്രകാരം ആത്മാവിനെ എന്നിൽ യോജിപ്പിച്ച് എന്നെ പരമലക്ഷ്യമാക്കുമ്പോൾ നീ എന്നെ തന്നെ പ്രാപിക്കും. അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് അർത്ഥം? പരമാത്മാവായ എന്നിൽ തന്നെ ഉറപ്പിച്ച മനസ്സോടു കൂടിയവനായി ഭവിക്കൂ. ഫലചിന്ത വിട്ട് എന്നെ ആശ്രയിക്കുന്നവനായി ഭവിക്കൂ. കർമ്മങ്ങൾ കൊണ്ടെല്ലാം എന്നെ ആരാധിക്കുന്നവനായി ഭവിക്കൂ. മനസാ സർവത്ര എന്നെ വണങ്ങുന്നവനായി ഭവിക്കൂ. അങ്ങനെ ചെയ്താൽ എന്നിൽ തന്നെ എത്തിച്ചേരും. എന്നിൽ തന്നെ എത്തിച്ചേരണമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചിട്ട് അങ്ങനെ ഭഗവാനെ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാനിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഇവിടെ മാമേ വൈഷ്യസി യുക്തൈവം എന്ന് പറയുന്നത് എന്താണ്? ഈ നിലയിലൊക്കെ എന്നെ ഭാവന ചെയ്താൽ എന്നെ തന്നെ പ്രാപിക്കും. ഏതു നിലയിലൊക്കെയാണ്? ആദ്യമായി മനസ്സിൽ ഉറപ്പിക്കണം, അതായത് സങ്കല്പിക്കണം. നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, അതായത് ഭഗവാനെ ആശ്രയിച്ചാൽ ഭഗവാൻ നമുക്ക് നന്മ വരുത്തുമോ, നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുമോ, അവസാനം നമ്മൾ ഭഗവാനിലെത്തുമോ? ഇതൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിച്ചാലും മനസ്സിനൊരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമുണ്ട്. എന്താണ്? ഒരു സംശയം. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഭഗവാൻ കേൾക്കുമോ? ഭഗവാൻ എന്നെ സ്നേഹിക്കുമോ? ഭഗവാന്റെ അടുത്തേക്ക് ഞാൻ എത്തുമോ? അതോ വെറുതെയാണോ? ഇങ്ങനെ ഒരു സംശയം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകും. അത് മനസ്സിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവമാണ്. നമ്മൾ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോഴും അപ്പുറത്തു നിന്നും ഒരു ചെറിയ സംശയം ഉണ്ടാകും. അതല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ഒന്ന് ചോദിക്കും, നീ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഏറ്റവും അവസാനം ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് നീ എത്തുമോ? അപ്പോൾ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും? വീണ്ടും ഒന്ന് സംശയിക്കും. ഇതാണ് മനസ്സിൻ്റെ ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവം. ഇതാണ് മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ജോലി. ഒന്ന് നമ്മളെ കൊണ്ട് ഒരു രീതിയിൽ സങ്കല്പിക്കും, അടുത്ത നിമിഷം തന്നെ സംശയിപ്പിക്കും. ഇത് രണ്ടും ഭിന്ന രൂപങ്ങളാണ്. മനസ്സ് ഈ ഭിന്ന നാമരൂപങ്ങളുടെ സങ്കല്പങ്ങളിൽ നിന്നും ഒന്നു മാറി ചലിക്കുമ്പോൾ അവയെല്ലാം ഒരേ പരമാത്മാവിൻ്റെ രൂപഭേദങ്ങളാണെന്നുകൂടി ആ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞ് പഠിപ്പിക്കണം. ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട്
നമ്മുടെ മനസ്സിനെ കൊണ്ട് തോന്നിപ്പിക്കുന്നതും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ് എന്നും നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കണം. എന്തു ചെയ്താലും നമുക്ക് സംശയമാണ്. അതിൻ്റെ ഫലചിന്തയെക്കുറിച്ചാണ് സംശയം അധികവും. കിട്ടുമോ? നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ, ഏകാദശി എടുത്താൽ അതിന് ഫലം കിട്ടുമോ? നാമം ജപിച്ചാൽ അതിന് ഫലം കിട്ടുമോ? അതോ ഏകാദശി എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും എൻ്റെ കൃഷ്ണ, ഇതുവരെ ഉണ്ടായിരുന്ന സമാധാനമെല്ലാം പോയി, കൂടുതൽ കൂടുതൽ ദുരിതത്തിലേക്കാണല്ലോ എന്നെ എത്തിക്കുന്നത്, അപ്പോൾ ഏകാദശി എടുത്തത് കൊണ്ടാണോ? ഉടനെ തന്നെ ചിലർ പറയും, കൃഷ്ണനെ കൂടുതൽ വിളിച്ചാൽ കൃഷ്ണൻ നമ്മളെ പരീക്ഷിക്കും, അങ്ങനെയാണെങ്കിൽ എനിക്ക് വയ്യ പരീക്ഷണമൊന്നും ഏറ്റെടുക്കാൻ, വേണ്ട നിർത്തിയേക്കാം. ഇങ്ങനെ നമ്മുടെ മനസ്സെന്ത് ചെയ്യുകയാണ്? ഇങ്ങനെ സംശയിച്ചും ചാഞ്ചാടിക്കൊണ്ടും ഇരിക്കുകയാണ്. ഫലചിന്തയെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിന് എന്താണ്? സംശയം. അവനവന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യൻ്റെ ധർമ്മം. അവനവന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി ഈശ്വര ബുദ്ധിയോടെ ചെയ്യുക എന്നതിൽ കവിഞ്ഞ് ഇവിടെ മനുഷ്യന് ഒന്നും സാധ്യമല്ല. ശേഷം സർവജ്ഞനായ പരമാത്മാവ് നോക്കിക്കൊള്ളുമെന്ന് ഉറപ്പിക്കലാണ് ഈ മനസ്സിൻ്റെ സംശയത്തിൻ്റെ ആകെയുള്ള ഒരു നിവാരണ മാർഗം. സങ്കല്പാത്മകവും സംശയാത്മകവുമായ മനസ്സിനെ ഈ വിധം പാകപ്പെടുത്തി എടുക്കണം. ഫലലാഭവേളകളിൽ ലാഭനഷ്ടങ്ങളോ മാനാഭിമാനങ്ങളോ പരിഗണിക്കാതെ പരമാത്മാവായ ഭഗവാനെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും വലിയ ഭക്തി. അവിടെയാണ് ഈശ്വരൻ്റെ കാരുണ്യം നമുക്ക് ലഭ്യമാകുന്നത്. നഷ്ടമാണെങ്കിൽ അതും ആ പ്രഭുവിൻ്റെ അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുക. എനിക്ക് അവിടുത്തെ കരുണ മാത്രമാണ് വേണ്ടത്, മറ്റൊന്നും എനിക്ക് വേണ്ട, എല്ലാം അവിടുത്തെ ഇഷ്ടം. ഈ രീതിയിൽ അഭ്യസിക്കുകയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഫലം മാത്രം, നല്ല ഫലം മാത്രം മതി എനിക്ക്, ദോഷങ്ങളൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നതിലല്ല ഈശ്വര ഭക്തി ഇരിക്കുന്നത്. വ്യക്തിപരമോ കുടുംബപരമോ സാമൂഹ്യപരമോ ആയ ഏത് കർമ്മവും ഭഗവാനോടുള്ള ആരാധനയാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് എന്ത്? മദ്യാജിത്വം. ഈ മദ്യാജിത്വം സർവസംഘങ്ങളിൽ നിന്നും അകറ്റി മനസ്സിനെ അതിവേഗം ആത്മാനുഭവത്തിന് കരുത്തുറ്റതാക്കി തീർക്കുന്നു. തുടർന്ന് എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും ബ്രഹ്മരൂപമായി കണ്ട് മനസ്സാ വണങ്ങുന്നതാണ് എന്ത്? മത്പ്രണാമം. ഇങ്ങനെ ഭഗവാനെ വണങ്ങിയാൽ, ഭഗവാനെ നമസ്കരിച്ചാൽ, നമ്മുടെ മനസ്സിനെ ഭഗവാനുമായി യോജിപ്പിച്ചാൽ ഭേദചിന്തകളെല്ലാം പോയി ബ്രഹ്മപ്രാപ്തി കൈവരിച്ച് ജീവിതം ധന്യമാക്കാൻ കഴിയുമെന്ന് ഭഗവാൻ ഇവിടെ അർജുനന് ഉപദേശിച്ച് കൊടുക്കുന്നു. ശരിയല്ലേ ഇവിടെ ഭഗവാൻ പറയുന്നത്? എന്ത് കാര്യം ചെയ്താലും നമുക്കങ്ങ് സംശയമാണ്. ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ പണ്ട് ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു സങ്കടവും ഇല്ലായിരുന്നു, ഞാൻ നാമം ജപിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ, അതല്ലെങ്കിൽ വ്രതങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്കങ്ങ് ഭയങ്കര ദുഃഖമാണ്, പ്രയാസമാണ്, അടിക്കടി പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വരുന്നു. അതിനു മുമ്പ് എനിക്കൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇതൊക്കെ ഭഗവാൻ പരീക്ഷിക്കുകയാണ്. കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. കൃഷ്ണനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ നമ്മളെ പരീക്ഷിച്ച് കൊല്ലും. ഇങ്ങനെയൊക്കെ ആളുകൾ പറയും. എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്കങ്ങ് സംശയമാണ്, ഇത് നമുക്ക് ഫലം കിട്ടുമോ? ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ദോഷമാണോ വരുന്നത്? നമ്മളെ കഷ്ടപ്പെടുത്തുമോ? ഇങ്ങനെയൊക്കെ അങ്ങ് ചിന്തിച്ച് നമ്മൾ ഭഗവാനിൽ നിന്നും അകന്നകന്ന് പോകും. നമ്മൾ ചിന്തിക്കുക, നിങ്ങൾ ഇപ്പോൾ ഈശ്വരനെ വിളിച്ചതുകൊണ്ടല്ല നിങ്ങൾക്ക് ഈ ദുഃഖങ്ങൾ ഉണ്ടായത്.
നിങ്ങൾക്കത് ആ ദുഃഖങ്ങൾ ഉണ്ടാകേണ്ടത് തന്നെയായിരുന്നു. ഇവിടെ ഈശ്വരനെ വിളിച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ ഏകാദശി വ്രതം എടുത്തതുകൊണ്ടോ അല്ല ദുഃഖങ്ങൾ ഉണ്ടായത്. ഇതൊന്നും ചെയ്തില്ലായിരുന്നെങ്കിലും നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ആ ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും എഴുന്നേറ്റ് വരാനുള്ള ഒരു ശക്തി ഈ നാമജപത്തിലൂടെ അതല്ലെങ്കിൽ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ എന്തു തന്നെ തന്നാലും അത് ഈശ്വരൻ്റെ അനുഗ്രഹമാണ് എന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ നമുക്കുണ്ടാകും, നമുക്ക് ഭയങ്കരമായ സങ്കടമുണ്ടാകും. ആ സമയത്ത് ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്നൊന്നും പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ചിന്തിച്ചു കൊണ്ടിരിക്കാൻ കഴിയില്ല. പക്ഷേ ആ സങ്കടങ്ങളൊക്കെ ഓർത്ത് നമ്മളൊന്ന് കരഞ്ഞ് കഴിയുമ്പോൾ ഭഗവാനോട് പറയുക, ഇതും ഭഗവാൻ എനിക്ക് തന്നതാണ്, പക്ഷെ എനിക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല. ഭഗവാൻ ഈ സങ്കടത്തിൽ നിന്നും എന്നെ കൈപിടിച്ച് നടത്തേണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം സുദാമാവിൻ്റെ കാര്യം പറഞ്ഞു. ഭഗവാന്റെ സുഹൃത്തായിരുന്നു സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ വെച്ച് ഭഗവാന്റെ കൂടെ പഠിച്ച സുദാമാവ്. കൂട്ടുകാരനായിരുന്നു ഭഗവാന്റെ. ദരിദ്രമായ അവസ്ഥയായിരുന്നു. ആ ദാരിദ്ര്യ അവസ്ഥയിലും അദ്ദേഹം ഭഗവാനെ മുറുകെ പിടിച്ചു. അവസാനം സമയമായപ്പോൾ ഭഗവാൻ എങ്ങനെയാണ് സുദാമാവിനെ അനുഗ്രഹിച്ചത് എന്ന് നമുക്കറിയാം. ചിലർ വിചാരിക്കും ജനിച്ചപ്പോൾ മുതൽ ദുരിതമാണ്, ഇപ്പോൾ 50 വയസ്സ് കഴിഞ്ഞു, ഇതുവരെ ആ ദുരിതം മാറിയിട്ടില്ല. എന്താണ് അതിന് കാരണം? നമ്മുടെ മുൻജന്മ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിച്ച് തീർന്നേ മതിയാകൂ. അവിടെ നമ്മൾ ഈശ്വര ഭജനം ചെയ്യുമ്പോൾ ആ ദുഃഖങ്ങളിൽ നിന്നുമൊക്കെ എഴുന്നേറ്റ് നടക്കാനുള്ള ഒരു മാനസികവും ശാരീരികമായ ഒരു കരുത്താണ് ഈശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തു ചെയ്താലും അത് എന്നെ ഓർത്ത് ചെയ്യുക, എന്നെ നമസ്കരിക്കുക, എന്നെ പ്രാർത്ഥിക്കുക, ഞാൻ രക്ഷിക്കുമെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും ആ ഭക്തൻ എന്നിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് ഭഗവാൻ ഇവിടെ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവർക്കും ഈ ഭാഗമൊക്കെ നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക, ഈശ്വരനെ മുറുക്ക പിടിക്കുക. ദുഃഖങ്ങളും സുഖങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് ശ്രീരാമചന്ദ്രനെ ഓർക്കുക. എന്തൊക്കെ ദുഃഖങ്ങളിലൂടെയാണ് ഭഗവാൻ കടന്നുപോയതെന്ന് ഓർക്കുക. പരമാത്മാവായ ഈശ്വരനെ മുറുകെ പിടിക്കുക. തീർച്ചയായിട്ടും ഈ ദുഃഖങ്ങളിൽ കൂടി നടന്നു പോകാനുള്ള മാനസികമായ കരുത്ത് ഈശ്വരൻ നമുക്ക് പ്രദാനം ചെയ്യും. അവസാനം പരമമായ ആ മുക്തിപദത്തിലേക്ക് നമ്മൾക്ക് എത്താനും സാധിക്കും. ഹരേ കൃഷ്ണ.